ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റിയൽമിൻ്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഡിവൈസായ റിയൽമി P4R ആണ്. അപ്പോൾ റിയൽമി P4R ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വില അറിയില്ല. ഏതാണ്ട് 20,000 രൂപേൻ്റെ ആ റേഞ്ചിൽ വരുന്നതാണ് എനിക്ക് ഒരു പ്രതീക്ഷ. എന്നാലും ഇപ്പോഴത്തെ പ്രൈസ് ഹൈക്ക് വെച്ച് നമുക്ക് അറിയില്ല എത്രത്തോളം ആയിരിക്കും ഇതിൻ്റെ വില. അപ്പോൾ റിയൽമി P4Rൻ്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ 8000 mAh ബാറ്ററി ഉണ്ട്, 45 watt ചാർജിങ് ഉണ്ട്. അതുകൂടാതെ തന്നെ 144 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. അതേപോലെ ഒരു പൾസ് ലൈറ്റിംഗ് ഉണ്ട്, 5300 mm² വെർച്വൽ കൂളിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് പറയാവുന്നത്. 50 MP AI ക്യാമറ ഉണ്ട്, പിന്നെ റിവേഴ്സ് വയർഡ് ചാർജിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ ബാറ്ററീൻ്റെ ഡ്യൂറബിലിറ്റി അപ് ടു 7 വർഷം കഴിഞ്ഞാലും 80% ബാറ്ററി കപ്പാസിറ്റി ഉണ്ടാവും എന്നൊക്കെയാണ് ഇവരുടെ ക്ലെയിം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ റിയൽമി P4Rൻ്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ഡിസ്പ്ലേ ഡിസൈനിനെ കുറിച്ചൊക്കെ പറയാം, എന്നിട്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും പറയാം. റിയൽമി P4Rൻ്റെ ബോക്സ് പാക്കേജ് ഇവിടെ നമുക്ക് എഴുതിയാണ്. റിയൽമി P4R 5G ഡിവൈസ് ആണ്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് മേജർ സ്പെസിഫിക്കേഷൻസ് കാണാം. 8000 mAh ബാറ്ററി, 45 watt ഫാസ്റ്റ് ചാർജിങ്, പൾസ് ലൈറ്റിംഗ് ഉണ്ട്, അതായത് ക്യാമറയ്ക്ക് ചുറ്റുമുള്ള ഒരു പൾസ് ലൈറ്റിംഗ്, 144 Hz 1200 nit HD+ അൾട്രാ സൺലൈറ്റ് ഡിസ്പ്ലേ, പിന്നെ 5000 mm² എയർ ഫ്ലോ VC, അതേപോലെ 50 MP AI ക്യാമറ എന്ന് എഴുതി കാണാം. അപ്പോൾ ടൈറ്റാനിയം ഗ്ലെയർ എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ സിൽവർ ഗ്ലെയറും ലാവൻഡർ ഗ്ലെയർ എന്ന് പറഞ്ഞ 2 കളറും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ ഇതാണ് റിയൽമി P4R. നമുക്ക് തുറന്ന് ബോക്സ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മുകളിൽ തന്നെ നമുക്ക് വേറൊരു ചെറിയ ബോക്സ് ആണ് വരുന്നത്. വെൽക്കം ടു ദ റിയൽമി ഫാമിലി എന്ന് എഴുതിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്, അതേപോലെ ഒരു TPU കേസാണ്. ആക്ച്വലി കുഴപ്പമില്ലാത്തൊരു TPU കേസ്, സ്റ്റാൻഡേർഡ് നമുക്ക് എല്ലാ ഫോണിലും വരുന്ന പോലത്തെ TPU കേസാണ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൂടാണ്ട്. പിന്നെ പുറത്തെടുക്കുമ്പോൾ ഒരു 45 wattൻ്റെ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. 45 watt ചാർജർ, അതേപോലെ ഒരു USB Type-C ചാർജിങ് കേബിളും ഒരു സിം ഇജക്ടർ പിന്നുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതുണ്ട് റിയൽമി P4R, വളരെ ടൈറ്റ് ആയിട്ടായിരിക്കുന്നത്. ഓക്കെ, അതാണ് ടൈറ്റാനിയം ഗ്ലെയർ എന്ന് പറഞ്ഞത്. അതായത് ബേസിക്കലി ഒരു ബ്ലാക്ക് ആണ് കളറ്. ഇവിടെയാണ് എന്താ പറയുക, പൾസ് ലൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന് ചുറ്റുമാണ് പൾസ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ LED ഫ്ലാഷ് ആണ്, റിയൽമിൻ്റെ ബ്രാൻഡിങ് ആണ്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതൊന്നും കൂടെ പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ നല്ലതാണ്, നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഒക്കെയാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് വരുന്നത്. ക്യാമറ ഉണ്ടല്ലേ, വെർട്ടിക്കൽ ക്യാമറ ലേഔട്ടാണ്. ഇതാണ് പൾസ് ലൈറ്റിംഗ്, റിയൽമിൻ്റെ ബ്രാൻഡിങ് കാണാം. അതേപോലെ നമുക്ക് ഇവിടെ ഓപ്പണിംഗ് സ്ലോട്ട്സ് ഒന്നുമില്ല. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം കീസുമാണ് വരുന്നത്. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ താഴെ USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, അതേപോലെ നമുക്ക് സിം ട്രേ വരുന്നുണ്ട്. സ്പീക്കർ യൂണിറ്റ് ആക്ച്വലി സിംഗിൾ മോണോ സ്പീക്കറാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതിന്റെ വെയിറ്റ് പറയുന്നത് 224 grams ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. തിക്നെസ് പറഞ്ഞാൽ 8.8 mm ആണ്. IP55 റേറ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ബേസിക് ഡീറ്റെയിൽസ്. അതേപോലെ മിലിറ്ററി ഗ്രേഡ് ടഫ്നെസ് ഉണ്ട്. അതേപോലെ നമുക്ക് നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നല്ല ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. എന്നാൽ ലൈറ്റ് വെയിറ്റ് ഡിവൈസോ അല്ലെങ്കിൽ വളരെ സ്ലിം ഡിവൈസൊന്നും അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു 6.8 inches HD+ ഡിസ്പ്ലേയാണ്, 144 Hz സൺലൈറ്റ് ഡിസ്പ്ലേയാണ്, 1200 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ബെസൽസ് ഡെഫിനറ്റ്ലി കുറച്ചധികം ബഡ്ജറ്റ് സെഗ്മെന്റ് ആയതുകൊണ്ടുള്ളതാണ്. രണ്ട് സൈഡിലും ബെസൽസ് കുഴപ്പമില്ല. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ്, ഇഷ്യൂസ് ഒന്നുമില്ല. അതേപോലെ നമുക്ക്
വ്യൂവിങ് ആംഗിൾസും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ HD+ന് പകരം ഫുൾ HD കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അഗെയിൻ ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് ഇപ്പോൾ ഒരുപാട് ഫോൺസ് ഈവൻ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതും അങ്ങനെ ഒരു ഡിസ്പ്ലേ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. ടച്ച് റെസ്പോൺസും കുഴപ്പമില്ല, മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ അത്യാവശ്യം ലാർജ് ഡിസ്പ്ലേ ആണ്, അത് വലിയ പ്രശ്നമില്ല. അഗെയിൻ HD+ ആയതുകൊണ്ടുള്ള ഒരു പ്രോബ്ലമേ ഉള്ളൂ, IPS LCD പാനലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിന് നമുക്ക് സെറ്റിംഗ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എബൌട്ട് ഡിവൈസ് നോക്കാം. എബൌട്ട് ഡിവൈസ് Realme UI 7.0 ആണ്. അതേപോലെ നമുക്ക് കിട്ടുന്നത് Android 16 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. റിയൽമിൻ്റെ 7 വേർഷൻ ആണ് വരുന്നത്. MediaTek Dimensity 6000 ചിപ്പാണ് വരുന്നത്. 6GB RAM ആണ് വരുന്നത് നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് UI എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ടല്ലേ, റിയൽമിൻ്റെ ഏതൊരു ഫോണിൽ വരുന്ന പോലത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീന്, തീംസ്, ഫ്ലക്സ് തീംസ് ഉണ്ടല്ലേ, ഫ്ലക്സ് തീംസ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പൾസ് ലൈറ്റ് കസ്റ്റമൈസ് ചെയ്യാം. അതേപോലെ പൾസ് ലൈറ്റിലേക്ക് ഒന്ന് പോകാണ്ടില്ല, പൾസ് ലൈറ്റ്, കോൾ നോട്ടിഫിക്കേഷൻ, ബാറ്ററി, ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസിലാണ് പൾസ് ലൈറ്റ് വരുന്നത്. അതേപോലെ ക്യാമറ കൗണ്ട് ഡൗണും പൾസ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളത് കാണിച്ചു തരാം. പൾസ് ലൈറ്റ് ഓൾവേസ് ഓൺ ആക്കി കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇവിടെയാണ് നമുക്ക് പൾസ് ലൈറ്റ് വരുന്നത്. ലൈറ്റ് സ്റ്റൈല് പൾസ് ലൈറ്റ് ടേൺ ഓൺ ചെയ്തിരിക്കുകയാണ്, ഓൾവേസ് ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. പൾസ് ലൈറ്റ് സ്റ്റൈല് ഓൾവേസ് ഓൺ. പക്ഷേ അതിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ പൾസ് ലൈറ്റ്. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് പൾസ് ലൈറ്റ് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ അത്രയും ബ്രൈറ്റ് ലൈറ്റിൽ നമുക്ക് കാണത്തില്ല. അപ്പോൾ ഇതാണ് പൾസ് ലൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ പല കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് കസ്റ്റമൈസിങ് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പൾസ് ലൈറ്റിൽ 9 കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ലൈറ്റ് സ്റ്റൈൽ ഉണ്ടല്ലേ, നമുക്ക് 9 കളർ ഓപ്ഷൻസ്, റിംഗ് ടോൺ സിങ്ക് ഉണ്ട്, സ്പീഡ് ഉണ്ട്, ഇതല്ലേ പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, ബ്രീത്തിങ്, അതേപോലെ റിംഗ് ടോൺ സ്റ്റൈലിൽ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് പൾസ് ലൈറ്റ്. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് പൾസ് ലൈറ്റ് പറയുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഓവറോൾ കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. എന്നാൽ ബ്ലോട്ട് വേസ് ഒരുപാടുണ്ട്, ഇതല്ലേ ഇഷ്ടംപോലെ ബ്ലോട്ട് വേസ് ഉണ്ട്. നമുക്ക് ബ്ലോട്ട് വേസ് പക്ഷേ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് അല്ലേ. ഇതൊക്കെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യാൻ ഫസ്റ്റ് ബൂട്ടിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അത്യാവശ്യം ഒരു 8-10 ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഇതൊക്കെ കൂടുതലും ഗെയിംസ് ആണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ആകെയുള്ളൊരു ആശ്വാസം ആണ്. അപ്പോൾ ഒരുവിധം ക്ലീൻ UI നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് ആണെങ്കിലും നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ലാഗ്സോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അടുത്ത് ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി പെർഫോമൻസിലേക്ക് വരുന്നത് Dimensity 6300 ചിപ്പാണ് വരുന്നത്. ഇത് ഒരു ഒക്ടോകോർ പ്രോസസ്സറാണ്, 6 നാനോമീറ്റർ ചിപ്പാണ്. ഇതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ എന്ന് പറയുന്നത് ഏതാണ്ട് 6-6.5 ലക്ഷത്തിൻ്റെ ഇടയിൽ നിൽക്കും. ഒരു 620, 630 ഒക്കെയാണ് ഇതിൻ്റെ, 6,30,000 ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ പറയാവുന്നത്. അപ്പോൾ ഏറെക്കുറെ കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണ്. എന്നാലും ഭയങ്കര പവർഫുൾ ചിപ്പൊന്നുമല്ല, എന്നാലും ഒരു ബഡ്ജറ്റ് ഡിവൈസ് എന്നുള്ളതിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിപ്പാണ്. ഇത് 3 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. 4/128, 6/128, 6/256 അങ്ങനെ 3 വേരിയൻ്റ് ആണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു, ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഫേസ് ചെയ്തില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ഞാൻ സജസ്റ്റ് ചെയ്യുക 6GB വേരിയൻ്റ് എടുക്കുക എന്നുള്ളതാണ്. 4GB പൊതുവേ ചിലപ്പോൾ കുറച്ചുകൂടി ഹെവി ആപ്സ് ഒക്കെ റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ലോ ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ഒരു 6GB RAM വേരിയൻ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 6GB 128 വേരിയൻറ്റും 256 വേരിയൻറ്റുമാണ് ഉള്ളത്. അപ്പോൾ ഓവറോൾ ഡേ ടു ഡേ പെർഫോമൻസ് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇത് ദ മോസ്റ്റ് പവർഫുൾ ചിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പ്രൈസ് സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. LPDDR4X RAM UFS 2.2 ആണ് സ്റ്റോറേജ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്പീക്കറാണ്, ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇത് IPS LCD ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ സൈഡ് മൗണ്ടഡ് ആണ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത്, അതായത് പവർ ബട്ടണിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊന്നും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ എല്ലാ 5G ബാൻഡ് സപ്പോർട്ടാണ്, പിന്നെ അതിലൊന്നും തന്നെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിട്ടുള്ളത്.
ഇനി അടുത്തത് ക്യാമറയിലോട്ട് പോകാം. 50 മെഗാ പിക്സൽ ക്യാമറയാണ് റിയർ ക്യാമറ, പിന്നെ ഒരു ഡെപ്ത് സെൻസർ ആണ് ഉള്ളത്, പിന്നെ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. വളരെ ബേസിക് സെറ്റപ്പ് ആണ്. റിയർ ആൻഡ് ഫ്രണ്ടിൽ 1080p റെസൊല്യൂഷൻ ആണ് വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഡിമെൻസിറ്റി 6300 കേപ്പബിൾ ആയ ഒരു ഓപ്ഷനാണ്. 4K റെക്കോർഡിംഗ് ഇല്ല, എന്നാൽ 1080p റെസൊല്യൂഷൻ ആണ് വീഡിയോ റെക്കോർഡിംഗിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ക്യാമറയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. AI പോർട്രേറ്റ് മോഡ്, അങ്ങനത്തെ AI ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. എല്ലാ ക്യാമറയിലും വരുന്ന അതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിനകത്തും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം റിയൽമി P4R എന്നത്തെ ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്, വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഡേ ലൈറ്റ് ഷോട്ട്സ് ഒക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, ഷാർപ്നെസ് ലെവൽസ് ഉണ്ട്. ഈവൻ പോർട്രേറ്റ്സ് എടുക്കുകയാണെങ്കിലും നല്ല സ്കിൻ ടോൺസ് ആണ്, കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഡീസൻറ്റ് ഷാർപ്നെസ് ലെവൽസും ഉണ്ട്. അതേപോലെ സെൽഫി എക്സ്പീരിയൻസും കുഴപ്പമില്ല. എന്നാൽ ലോ ലൈറ്റ് എക്സ്പീരിയൻസും കുഴപ്പമില്ല, ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റില്ല. കാരണം കുറച്ചധികം നോയ്സ് ഉണ്ട്, എക്സ്ട്രീം ലോ ലൈറ്റിൽ കുറച്ച് നോയ്സ് ഉണ്ട്. പക്ഷേ ബാക്കി എനിക്ക് തോന്നുന്നു ഡേ ലൈറ്റ് കണ്ടീഷനിൽ അത്യാവശ്യം നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. വീഡിയോ റെക്കോർഡിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1080p റെസൊല്യൂഷനാണ് വീഡിയോ റെക്കോർഡിംഗ് അവൈലബിൾ ആവുന്നത്. അതേപോലെ സെൽഫി വീഡിയോയും 1080p റെസൊല്യൂഷനാണ് സപ്പോർട്ട് ചെയ്യുക, അതായത് ഫുൾ HD. അപ്പോൾ ക്യാമറയെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ബാറ്ററി, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. 8000 mAh ബാറ്ററി, 45 watt ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു പ്ലസ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ ഡിവൈസിൻ്റെ. അതേപോലെ ബാറ്ററിൻ്റെ ഡ്യൂറബിലിറ്റി ഒരു 7 വർഷം കഴിഞ്ഞാലും 80% ഇത് ബാറ്ററി ഉണ്ടാവും എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അത് വളരെ നാൾ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണിത്. പിന്നെ 45 watt ചാർജിങ് ഉണ്ട്. അറൗണ്ട് 50% ചാർജ് അറൗണ്ട് 48 മിനിറ്റ്സിലാവും. ഫുൾ ചാർജ് അതിലേറെ എടുക്കും. എഗെയിൻ 45 watt സൂപ്പർ വോക്ക് ചാർജിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡാണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ. എഗെയിൻ ഈ പ്രൈസ് സെഗ്മെന്റ് ഞാൻ പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് ഡിഫറെൻ്റ് ആയി, അതും കൂടെ കണക്കിലെടുക്കണം. അപ്പോൾ 8000 mAh ബാറ്ററി, HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, IPS LCD ആണ്. അപ്പോൾ വളരെ മിനിമൽ കൺസപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും 2 ദിവസമൊക്കെ ഒരു ആവറേജ് യൂസർ ആണെങ്കിൽ 2 ദിവസമൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നല്ലതാണ്. അപ്പോൾ അതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതായിരുന്നു റിയൽമി P4Rൻ്റെ ഒരു അൺബോക്സിങ്, ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യം നല്ല ഡിസൈനാണ്. അതേപോലെ ഈ ഒരു എന്താ പറയുക, ലൈറ്റ് അവൈലബിൾ ആണ്, പൾസ് ലൈറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. ഒന്ന് ക്ലീൻ അപ്പ് ചെയ്താൽ മതി, നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഡീസൻറ്റ് പെർഫോമൻസ് ആണ്, ഡീസൻറ്റ് ക്യാമറ സെറ്റപ്പ് ആണ്, അതേപോലെ അടിപൊളി ബാറ്ററി ലൈഫാണ്. ഇനി ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്തായിരുന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഫുൾ HD കൊടുക്കാമായിരുന്നു, ഫുൾ HD കൊടുക്കേണ്ടതായിരുന്നു. അതാണ് എൻ്റെ ഒരു ബേസിക് ഇത്. ബാക്കി എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസാണ്. ഇപ്പോഴത്തെ പ്രൈസ് റൈസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസ് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, റിയൽമി P4R വാല്യൂ ഫോർ മണി ആണോ അല്ലയോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.